നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണറിൽ പോയി സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി ഒളിച്ചോടുകയും പിന്നീട് സുരക്ഷിതമായ ഒരു മുറിയിലിരുന്ന് ഇസ്ലാമിനെതിരെ അങ്ങേയറ്റം നികൃഷ്ടമായ ഭാഷയിൽ നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാം വിമർശകന്റെ വീഡിയോ ആണ്. തോൽവി മറച്ചുവെക്കാൻ വേണ്ടി അയാൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും വളച്ചൊടിക്കുന്നതും യാതൊരു മനുഷ്യത്വവുമില്ലാതെ ദുരന്തങ്ങളെ പരിഹസിക്കുന്നതും നമുക്കിവിടെ കാണാം. ഈ വിമർശകന്റെ വാദങ്ങളിലെ പൊള്ളത്തരങ്ങളും അയാളുടെ നിരീശ്വരവാദ ചിന്താഗതിയുടെ ധാർമ്മിക പാപ്പരത്വവും നമുക്കോരോന്നായി പരിശോധിക്കാം. ലണ്ടനിലെ ഒളിച്ചോട്ടവും ന്യായീകരണങ്ങളും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള നുണപ്രചാരണം തന്നെ പറയുന്ന കാര്യമാണ്. ഏതാ വാചകം എന്നുള്ളത് വരുന്നുണ്ട്, വിശ്വാസികൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഷാഫി കർമ്മശാസ്ത്രത്തിൽ വ്യഭിചാരം വഴി ഉണ്ടായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാവുന്നതാണ്. നോട്ട് ദ പോയിന്റ്. വ്യഭിചാരം വഴി പിറന്ന കുട്ടിയെ വിവാഹം ചെയ്യാവുന്നതാണ്, പെൺകുട്ടിയെ എന്ന് വെച്ചാൽ സ്വന്തം മോള്. അതിന് മതപരവും യുക്തിപരവും സാമൂഹികവുമായ ന്യായങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് ഇയാൾ ഈ പറയുന്ന കർമ്മശാസ്ത്ര വിഷയം എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വിവാഹമെന്ന പവിത്രമായ കരാറിലൂടെയാണ് കുടുംബ ബന്ധങ്ങളെയും പിതൃത്വത്തെയും അഥവാ നസബിനെയും അംഗീകരിക്കുന്നത്. ഒരാൾ വ്യഭിചാരമെന്ന മഹാപാപം ചെയ്താൽ ആ പാപത്തിലൂടെ ജനിക്കുന്ന കുട്ടിക്ക് ആ വ്യക്തിയുടെ നിയമപരമായ പിതൃത്വം ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നില്ല. അതായത് വ്യഭിചാരിയായ ഒരു പുരുഷന് നിയമപരമായ ഒരു പിതാവ് എന്ന പദവിയോ ബഹുമാനമോ അവകാശങ്ങളോ ഇസ്ലാം നൽകുന്നില്ല. ആ കുട്ടി പൂർണ്ണമായും മാതാവിലേക്കാണ് ചേർക്കപ്പെടുന്നത്. പുരുഷന് പിതൃത്വം നിഷേധിക്കുക എന്നത് അയാൾക്ക് ഇസ്ലാം നൽകുന്ന വലിയൊരു ശിക്ഷയാണ്. നിയമപരമായി അയാൾ ആ കുട്ടിയുടെ പിതാവല്ലാത്തതുകൊണ്ട് നിയമപരമായ വിലക്കുകൾ അവിടെ സാങ്കേതികമായി ബാധകമാകുന്നില്ല എന്ന ഒരു കർമ്മശാസ്ത്ര ചർച്ചയാണ് ഇമാം ഷാഫി അടക്കമുള്ള ആദരണീയരായ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. അല്ലാതെ അത് പ്രായോഗികമായി ചെയ്യാൻ അനുവാദമുണ്ടെന്നോ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുവെന്നോ ഇതിനർത്ഥമില്ല. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹൻബൽ തുടങ്ങിയ ആദരണീയരായ പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലെ തന്നെ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഇത് കർശനമായി നിരോധിച്ചതാണ്. ഒരു വ്യഭിചാരിക്ക് പിതൃത്വത്തിന്റെ നിയമപരമായ അവകാശം നിഷേധിക്കുന്ന ഇസ്ലാമിക നിയമത്തെ വളച്ചൊടിച്ച് ഇസ്ലാം സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം നീചമായ ഒരു സ്ട്രോമാൻ ഫാലസിയാണ്. അവർ തങ്ങൾക്ക് തോന്നുമ്പടി ഇസ്ലാമിനൊരു പുതിയ രൂപമുണ്ടാക്കി അതിനെയാണ് ആക്രമിക്കുന്നത്. നിരീശ്വരവാദത്തിന്റെ ധാർമ്മിക പാപ്പരത്വം. ഇനി നമുക്ക് ഇയാളുടെ തന്നെ ലോകവീക്ഷണമായ നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്താം. ഇസ്ലാം സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നു എന്നിയാൾ വ്യാജമായി ആരോപിക്കുകയും അതിനെ വലിയൊരു അധാർമികതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഒരു നിരീശ്വരവാദിയായ ഇയാൾക്ക് ഏതു വസ്തുനിഷ്ഠമായ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ബന്ധങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയുക? നിരീശ്വരവാദ വീക്ഷണ പ്രകാരം മനുഷ്യൻ കേവലം പരിണാമം സംഭവിച്ച ഒരു മൃഗം മാത്രമാണ്. പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല, ദൈവികമായ നിയമങ്ങളില്ല, കേവലം രാസപ്രവർത്തനങ്ങളുടെ ആകത്തുക മാത്രമാണ് മനുഷ്യൻ. മൃഗങ്ങളുടെ ലോകത്ത് അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ സാധാരണമാണ്. മനുഷ്യരും വെറും മൃഗങ്ങൾ മാത്രമാണെങ്കിൽ പ്രായപൂർത്തിയായ രണ്ടു വ്യക്തികൾ പരസ്പര സമ്മതത്തോടെയും ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചും ഇത്തരം ബന്ധത്തിലേർപ്പെട്ടാൽ അതിനെ തെറ്റാണെന്ന് വിളിക്കാൻ നിരീശ്വരവാദത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വസ്തുനിഷ്ഠമായ ഒരു ശരിയും തെറ്റും നിരീശ്വരവാദത്തിലില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് യാതൊരു ധാർമ്മിക അടിസ്ഥാനവുമില്ലാത്ത ഒരു വിഷയത്തിൽ മതവിശ്വാസികളുടെ ധാർമ്മിക ബോധം കടമെടുത്തുകൊണ്ടാണ് ഇവർ മതത്തെ തന്നെ വിമർശിക്കുന്നത്. സ്വന്തം ആശയപ്രകാരം ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് ഇസ്ലാമിന്റെ അത്യുന്നതമായ ധാർമ്മിക മൂല്യങ്ങളെ വിമർശിക്കാൻ വരുന്നത് എന്നത് വലിയൊരു വിരോധാഭാസമാണ്. ദുരന്തങ്ങളെ പരിഹസിക്കുന്ന മനുഷ്യത്വമില്ലായ്മ. ശാപപ്രാർത്ഥന പിന്നെ നമ്മുടെ പടച്ചോന് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി പോയതുകൊണ്ടാകണം ഇന്നലെ പടച്ചോൻ റോഹിംഗ്യയിലുള്ള കുറച്ച് മുസ്ലിം അഭയാർത്ഥികളെ ഇങ്ങനെ ബോട്ടിൽ ഉന്തിത്തള്ളിക്കൊണ്ട് പോകുന്നത്. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ആരിഫ് ഹുസൈന്റെ ശബ്ദശേഷി കളയാൻ വേണ്ടി ഇച്ചിരി കിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞാണ്. അവരവിടെ വെള്ളത്തിൽ മുങ്ങി 500 പേര് അവിടെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇനി ഇയാളുടെ നിരീശ്വരവാദത്തിലേക്ക് വരാം. കടലിൽ മുങ്ങി മരിച്ച ആ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നിരീശ്വരവാദം എന്തു നീതിയാണ് നൽകുന്നത്? ഒന്നുമില്ല. നിരീശ്വരവാദ വീക്ഷണപ്രകാരം ആ ദുരന്തം കേവലം പ്രകൃതിയിലെ ചില ഭൗതിക നിയമങ്ങളുടെ പ്രവർത്തനഫലം മാത്രമാണ്. ബർമീസ് പട്ടാളം അവരെ കൊന്നൊടുക്കിയാലും നിരീശ്വരവാദ പ്രകാരം അതിൽ യാതൊരു അനീതിയുമില്ല. കാരണം പ്രകൃതിയിൽ വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങുന്നതുപോലെ മാത്രമാണത്. അതിക്രമം കാണിച്ചവരും അതിക്രമത്തിനിരയായവരും മരിച്ചു മണ്ണടിയുന്നു. അവർക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല. ഇരകൾക്ക് യാതൊരു പ്രതീക്ഷയും നീതിയും നൽകാൻ കഴിയാത്ത പ്രപഞ്ചത്തെ അർത്ഥശൂന്യമായി കാണുന്ന ഒരാശയമാണ് നിരീശ്വരവാദം. എന്നിട്ടാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് പരലോകത്ത് സമ്പൂർണ്ണ നീതി ഉറപ്പു നൽകുന്ന ഇസ്ലാമിനെ ഇയാൾ പരിഹസിക്കുന്നത്. സ്വന്തം ആശയത്തിന്റെ ദാരിദ്ര്യം മറച്ചുവെക്കാനാണ് ഇയാൾ ദുരന്തങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത്. അസഭ്യഭാഷയും ഇസ്ലാം വിരുദ്ധ അജണ്ടയും. എങ്കിൽ അത് ഏത് മതത്തിനുള്ളത്? അത് ഇസ്ലാമിനാണുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ എന്തെന്ന് വിളിക്കുന്നു? പേപ്പട്ടി മതമെന്നും ലിംഗമതം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ സ്ലൈഡ്. ഒരു യഥാർത്ഥ സ്വതന്ത്ര ചിന്തകൻ ആശയങ്ങളെയാണ് വിമർശിക്കേണ്ടത്, അല്ലാതെ കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു ആദർശത്തെ അങ്ങേയറ്റം അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയല്ല വേണ്ടത്. ഇയാൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന ഈ നികൃഷ്ടമായ ഭാഷ ഇയാളുടെ ബൗദ്ധികമായ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. യുക്തിഭദ്രമായ വാദങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആളുകൾ തെറിവിളികളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും തരം താഴുന്നത്. ഇതൊരു കേവലമായ മതവിമർശനമല്ല. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനുഷ്യത്വരഹിതമായി ചിത്രീകരിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണിത്. ലോകമെമ്പാടും മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെയും വംശീയ ഉന്മൂലനങ്ങളെയും ന്യായീകരിക്കാൻ ഇത്തരം അധിക്ഷേപ ഭാഷകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വന്തം ധാർമ്മികതയുടെ പോരായ്മകൾ മറച്ചുവെച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിൽ വെറുപ്പ് പടർത്താനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഈ വെളുപ്പിക്കൽ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ സാമാന്യബുദ്ധിയുള്ള ഏതൊരാൾക്കും കഴിയും. ബൗദ്ധികമായ സംവാദങ്ങൾക്ക് പകരം വർഗീയ വിഷം വമിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.